നിങ്ങൾക്ക് thermal stratification എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതേപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയും യൂട്രോഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങളെ പറ്റിയോ? ഇതൊന്നും അല്ലാതെ എങ്ങനെ നമുക്ക് ആൽഗൽ ഗ്രോത്ത് തടുക്കാൻ പറ്റും ഒരു വെള്ളത്തിൽ? ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ? ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ ലേക്കിൻ്റെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലേ? ലേക്കിൻ്റെ തേർമൽ സ്ട്രാറ്റിഫിക്കേഷൻ, അതിൻ്റെ പ്രൊഡക്ടിവിറ്റി, അതൊക്കെ ഒന്ന് നോക്കിയാലോ നമുക്ക് എന്താണെന്നുള്ളത്. ഒരു ലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ടോപ്പത്തെ ലെയർ എങ്ങനെയായിരിക്കും? നല്ല ചൂടുള്ള ലെയർ ആയിരിക്കില്ലേ? ഞാൻ ഈ സമ്മർ സീസണിലെ കാര്യമാണ് പറയുന്നത്. ഏറ്റവും ടോപ്പിലുള്ള ലെയർ ചൂടുള്ള ലെയർ ആയിരിക്കും. ആ ഒരു ലെയറിനെ നമ്മൾ എപ്പിലിംനിയോൺ എന്ന് പറയും. ടോപ്പത്തെ ലെയർ എപ്പിലിംനിയോൺ ആണ്. ഇനി അത് അവിടെ ഓക്സിജൻ ലെവൽ നോക്കുകയാണെങ്കിലോ, ഡിസോൾഡ് ഓക്സിജൻ്റെ അളവ് വളരെ കൂടുതലുള്ള ഒരു ലെയറാണ് എപ്പിലിംനിയോൺ. ഇനി നമ്മൾ ഏറ്റവും ബോട്ടത്തിലേക്ക് പോകുമ്പോഴോ, ഏറ്റവും ബോട്ടം ലെയർ നല്ല കോൾഡ് ആയിട്ടല്ലേ ഇരിക്കുക. ആ ലെയറിനെ നമ്മൾ ഹൈപ്പോലിംനിയോൺ എന്നാണ് പറയുക. അവിടെ ഡിസോൾഡ് ഓക്സിജൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് കുറവായിരിക്കും. ഇനി ഈ രണ്ട് ലെയറിൻ്റെ ഇടയിലും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ലെയർ ഉണ്ട്. അതിനെ നമ്മൾ തെർമോക്ലൈൻ അല്ലെങ്കിൽ മെറ്റാലിംനിയോൺ എന്നാണ് പറയുക. അപ്പോൾ തേർമൽ സ്ട്രാറ്റിഫിക്കേഷൻ നോക്കുമ്പോൾ 3 ലെയറാണ് ഒരു ലേക്കിന് ഉള്ളത്. ഇനി ഒരു ലേക്കിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയാലോ? ഒരു ലേക്കിന് ആൽഗൽ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുക. പ്രൊഡക്ടിവിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ലേക്കിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഒലിഗോട്രോപിക് ലേക്ക്, മീസോട്രോഫിക് ലേക്ക്, യൂട്രോഫിക് ലേക്ക് ആൻഡ് സെനസൻ ലേക്ക്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്നൊന്ന് നോക്കിയാലോ? ഒലിഗോട്രോപിക് ലേക്ക് എന്ന് വെച്ചാൽ ആൽഗൽ ഗ്രോത്തിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാത്ത, അതായത് ലീസ്റ്റ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ലേക്കിനെയാണ് നമ്മൾ ഒലിഗോട്രോപിക് ലേക്ക് എന്ന് പറയാം. അവിടെ ഏറ്റവും ബോട്ടം ലെയർ ഏതാണ് നമ്മൾ പറഞ്ഞത്? ഹൈപ്പോലിംനിയോൺ അല്ലേ? ഹൈപ്പോലിംനിയോൺ ലെയർ വരെ സൺലൈറ്റ് പെനട്രേറ്റ് ചെയ്തെത്തും. അതായത് ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. ഇനി ആ ലേക്ക് നമ്മൾ എയ്റോബിക്കിലാണോ അനൈറോബിക്കിലാണോ പെടുത്തുക? എയ്റോബിക് ലേക്കിൽ നമ്മൾക്ക് പെടുത്താൻ പറ്റില്ലേ? ഇനി രണ്ടാമത്തത് മീസോട്രോഫിക് ലേക്കാണ്. മീസോട്രോഫിക് ലേക്കിൻ്റെ പ്രത്യേകത ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്ടിവിറ്റി ഉള്ള ലേക്കാണ് മീസോട്രോഫിക് ലേക്ക്. അവിടെയും ഹൈപ്പോലിംനിയോൺ വരെ സൺലൈറ്റ് പെനട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലേക്കിനെയും നമ്മൾ എയ്റോബിക് ലേക്ക് എന്നാണ് പറയുക. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് യൂട്രോഫിക് ലേക്കാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൺലൈറ്റിന് ഏറ്റവും ബോട്ടം ലെയർ വരെ ഒന്നും പെനട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഹൈ പ്രൊഡക്ടിവിറ്റി ഉള്ള ലേക്കാണ്. സൺലൈറ്റിന് എപ്പിലിംനിയോൺ ലെയർ വരെ മാത്രമേ പെനട്രേഷൻ ഉണ്ടാവുള്ളൂ. ഇനി ഫൈനലി സെനസൻ ലേക്ക് ഉണ്ട്. സെനസൻ ലേക്ക് എന്ന് വെച്ചാൽ ഹൈലി പ്രൊഡക്റ്റീവ് ആയതിനു ശേഷം ഒരു മാർഷ്ടി ലാൻഡായിട്ട് കൺവേർട്ട് ആയിട്ട് ഇരിക്കുന്ന ലേക്കിനെയാണ് നമ്മൾ സെനസൻ ലേക്ക് എന്ന് പറയുന്നത്. ഇനി ലേക്കുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ടേമും കൂടി ഉണ്ടല്ലോ, യൂട്രോഫിക്കേഷൻ. യൂട്രോഫിക്കേഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്ലാന്റിന് ഗ്രോ ചെയ്യണമെങ്കിൽ വാട്ടർ വേണം, അതേപോലെ സൺലൈറ്റ് വേണം, അതിനൊപ്പം തന്നെ ന്യൂട്രിയൻസും ആവശ്യമാണ്. നൈട്രജൻ, ഫോസ്ഫറസ് പോലുള്ള ന്യൂട്രിയൻസും ആവശ്യമാണ്. അപ്പോൾ മണ്ണിൽ ആവശ്യത്തിന് ന്യൂട്രിയൻസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫാമേഴ്സൊക്കെ ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യും. ഫെർട്ടിലൈസേഴ്സ് നമ്മൾ വേണ്ട ക്വാണ്ടിറ്റി മാത്രമല്ല, കുറച്ച് എക്സസ് ആയിട്ടാണ് എപ്പോഴും അപ്ലൈ ചെയ്യുക. കുറച്ച് കാലം കഴിയുമ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ വാട്ടർ ബോഡീസിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരും. അങ്ങനെ വാട്ടർ ബോഡിയിൽ ട്രാൻസ്ഫർ ആയി വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ ആൽഗൽ ഗ്രോത്ത് അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ഗ്രോത്ത് ന്യൂട്രിയൻ റിച്ച് ആയി മാറുമ്പോൾ എന്താവും? നന്നായിട്ട് കൂടും. അങ്ങനെ ആൽഗൽ ഗ്രോത്ത് ഒരു പരിധിക്കപ്പുറം കൂടുന്നതിനെയാണ് നമ്മൾ ആൽഗൽ ബ്ലൂം എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഈ ലേക്കിൻ്റെ സർഫസ് ഫുള്ള് പ്ലാന്റ്സ് ആയിട്ടുണ്ടാവും. പിന്നെ ഇത് നശിച്ചു പോകാൻ തുടങ്ങും, അതായത് ഡീകമ്പോസിഷൻ തുടങ്ങും. പിന്നെ ലേക്കിൻ്റെ ഏറ്റവും താഴെ ലെയർ വരെയൊന്നും സൂര്യപ്രകാശം എത്താതെയും ആവും. ഈ 2 കാരണം കൊണ്ട് ഡീകമ്പോസിഷൻ തുടങ്ങും. ഡീകമ്പോസിഷൻ തുടങ്ങി കഴിയുമ്പോൾ എഗെയിൻ വെള്ളത്തിലുള്ള ഓക്സിജൻ യൂട്ടിലൈസേഷൻ ഉണ്ടാവും. അങ്ങനെ ഓക്സിജൻ ലെവലിൽ ഡിപ്ലീഷൻ ഉണ്ടായി അത് വെള്ളത്തിനുള്ളിലുള്ള പ്ലാന്റ്സിനെയും അക്വാട്ടിക് ആനിമൽസിനെയൊക്കെ ബാധിച്ചു തുടങ്ങും. ഇങ്ങനെ ഒരു ലേക്ക് നശിച്ചു പോകുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഹൈ പ്രൊഡക്ടിവിറ്റി മൂലം നശിച്ചു പോകുന്നതിനെയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ആൽഗൽ ഗ്രോത്ത് തടുക്കണമെങ്കിൽ നമ്മൾക്ക് കോപ്പർ സൾഫേറ്റ് ലായനി ഉപയോഗിക്കാം. അപ്പോൾ ലേക്കിനെ പറ്റിയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചല്ലോ ഇപ്പോൾ. ഇനി ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം, PWD ഇറിഗേഷൻ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസ് ഒക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് എക്സാം ക്രാക്ക് ചെയ്യാം.